Hello everyone, welcome to Sri Lakshmi's YouTube channel. Today I am giving you some important points regarding social welfare legislations and programs, one among the important topics of Kerala PSC examinations. So first of all, the social welfare legislations and programs marginalized sections of society ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് സമൂഹത്തിൽ മുൻനിരയിലല്ലാത്ത കുറച്ചൊന്ന് മാറ്റി നിർത്തപ്പെടുന്ന സെക്ഷനിലെ ആൾക്കാർക്ക് അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണെന്ന് പറയുന്നത്. ആദ്യത്തേത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്, 2005 വന്നത്. ഈ ഒരു ആക്ട് അനുസരിച്ച് ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും കിട്ടാനുള്ള അവകാശമാണ്. എംപവർ സിറ്റിസൻസ് ടു ആക്സസ് ഇൻഫർമേഷൻ ഫ്രം പബ്ലിക് അതോറിറ്റീസ്, എൻഷുറിങ് ട്രാൻസ്പെറൻസി, വളരെ വ്യക്തമായിട്ട് ഒരു മറവും ഒന്നുമില്ലാതെ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവർണൻസ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുക. രണ്ടാമത്തത് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ആക്ട്സ്, സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ laws such as the Protection of Women from Domestic Violence Act, അതും 2005 തന്നെയാണ്, and the Protection of Children from Sexual Offences, പോക്സോ ആക്ട്, അത് 2012 വന്നത്. സോ ഇത് രണ്ടും സേഫ് ഗാർഡിങ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫ്രം അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, അവർക്കെതിരെ നടക്കുന്ന വയലൻസിനെതിരെയാണ്. മൂന്നാമത്തത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ്, 2013 ഇത് വരുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് അവൈലബിലിറ്റി ഓഫ് സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് ടു around 2/3 of the India's population, promoting the right to food and nutrition security. എല്ലാവർക്കും ഫുഡ് ആൻഡ് ന്യൂട്രിഷൻ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ പറയുന്നത്. നാലാമത്തത് എൻവയൺമെൻറ്റൽ ആക്ട്സ് ആണ്. ലെജിസ്ലേഷൻസ് ലൈക്ക് ദ എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, അത് 1986 വന്നു. അതുപോലെ തന്നെ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 ആൻഡ് വാട്ടർ ആക്ട് 1974. സോ ഇറ്റ് എയിം ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് എൻവയൺമെൻറ്റൽ ക്വാളിറ്റി. അപ്പോൾ ഒന്ന് ഒരു ജനറലാണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. രണ്ടാമത്തത് വിമൻ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത്തത് ഫുഡ് റിലേറ്റഡ് ആണ്. നാലാമത്തത് എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മേജർ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ആണ്. അതിലൊന്ന് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ്, MGNREGA. ഇത് 2005 വന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് അറ്റ്ലീസ്റ്റ് 100 days of wage employment to rural households, ensuring livelihood security and rural development. അതായത് 100 ദിവസത്തെ വേതനം കൊടുക്കുക എന്നുള്ളതാണ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. 2025 ഇത് വന്നത്. പിന്നെ ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ ഇനിഷ്യേറ്റീവ്സ് ആണ്. പ്രൊമോട്ട് voluntary donation to save lives and create awareness about the importance of helping others in need. ആവശ്യമുള്ളവർക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓർഗൻ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്, അതിൻ്റെ ഇനിഷ്യേറ്റീവ്സ് ആണ് അതിൽ വരിക. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ആൻഡ് ലെജിസ്ലേഷൻസ്. അപ്പോൾ ഈ പ്രോഗ്രാംസ് എന്താണ്? കളക്റ്റീവ്ലി എയിം ചെയ്യുന്നത് ടു അപ്ലിഫ്റ്റ് ദ വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, എൻഷുറിംഗ് ബേസിക് റൈറ്റ്സ്, പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു എ ജസ്റ്റ്, equitable and humane social order.